ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീനാസ് ഹോം ഡയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. മാനന്തവാടി പഴശ്ശി പാർക്കിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. കാരണം അവർ ഒത്തിരി ദൂരത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അവിടത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നടന്നില്ല. കഴിഞ്ഞ വർഷത്തെ എൻ്റെ മക്കളെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും കൊണ്ടുപോകണമെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മക്കളെ സ്നാക്സ് കൊടുത്തു, അതുപോലെ തന്നെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി അവർക്ക് പിന്നെ കുറച്ച് നേരം ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ വിട്ടു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പാരൻസിന് അയച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ നമുക്ക് അധികം വെയിലാകുന്നതിന് മുമ്പ് തിരിച്ചു വരികയും വേണം കേട്ടോ. ഇത്രയും പേർക്ക് ലഞ്ചൊക്കെ കൊടുക്കൽ അവിടുന്ന് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ചൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവരുടെ സ്നാക്സൊക്കെ കൊടുത്ത് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 വണ്ടിയിലും 2 ടീച്ചേഴ്സും ഹെൽപ്പറും ഒക്കെ കയറിയിരുന്നിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ ആദ്യത്തെ നമ്മുടെ വണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ മക്കളെ വൈറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് യൂണിഫോമിലേക്കും ചേഞ്ച് ചെയ്തായിരുന്നു. കാരണം അവർ വെള്ള ഡ്രസ്സ് ഇട്ട് അവരുടെ എൻജോയ് ചെയ്യാൻ പോകണല്ലേ. ഇപ്പം മൊത്തം മോശമായി പോകുന്നതുകൊണ്ട് തന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിലൊക്കെ എത്തി. 2 ഘട്ടമായിട്ടാണ് വന്നത്. അങ്ങനെ അവിടെ ചെന്ന പാടെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് മാക്സിമം അവരെ എൻജോയ് ചെയ്യിപ്പിച്ചു കേട്ടോ. നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. അവർ നല്ല രീതിയിൽ നമ്മളുടെ കൂടെ തന്നെ എല്ലാത്തിനും നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടത്തേക്ക് സ്നാക്സ് ഐറ്റംസും അതുപോലെ വെള്ളവും മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാർക്കിൽ ഒരുപാട് തിരക്കിലുണ്ടായിരുന്നില്ല കേട്ടോ. വേറൊരു സ്കൂളിൽ നിന്നും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് നമുക്ക് ഒരുപാട് ഹെൽപ്പായിട്ട് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ മക്കൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പാരൻസിന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ തന്നെയാണ്, ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ അന്നേരം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എത്ര കളിച്ചിട്ട് മതി വരുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു നമ്മുടെ മക്കൾ. എല്ലാവരെയും ഒരാളെയും വിട്ടുപോകാത്ത രീതിയിൽ എല്ലാവരെയും നമ്മൾ അവിടുത്തെ ടോയ്സിലൊക്കെ കയറ്റി, അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനും ഒക്കെ ടൈം കിട്ടിയിട്ടോ നമുക്ക്. മക്കൾ നമ്മളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ലായിരുന്നു. ചെറിയ ആൾ മുതൽ വലിയ ആൾ വരെ ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ മക്കൾ അവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. സന്തോഷം. അവരുടെ പാരൻസിൻ്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ല രീതിയിലാണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനിലും നിന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം നടക്കാതെ പോയ സ്വപ്നം ഈ വർഷം എനിക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റി കേട്ടോ. അത് എൻ്റെ മക്കൾ അത്രയും നന്നായിട്ട് നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരാൾ പോലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മക്കളുടെ കൂടെയുള്ള ഈ നിമിഷങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അവിടുന്ന് കുറേ നേരം അവർ കളിച്ചൊക്കെ കഴിഞ്ഞ് ടയേർഡായപ്പോൾ നമ്മൾ സ്നാക്സ്, വെള്ളം അങ്ങനത്തെയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ തന്നെ എൻജോയ് ചെയ്തു. നമ്മളും ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ. പിന്നെ നമുക്കവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നമുക്ക് ഡാൻസിൻ്റെ ടൈം അവർ സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ എൻ്റെ മക്കൾ കുറേ നേരം അവിടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് സ്കൂളിലേക്ക് പോരുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിനോട് ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് വന്ന് ലഞ്ച് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ മക്കൾക്ക് മന്തി, ചിക്കൻ ഫ്രൈ ഒക്കെ കൊടുത്ത് അവരെ അതൊക്കെ കൊടുത്ത് ഉറക്കി. അപ്പോൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ.